എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല ബീഫ് ദം ബിരിയാണി എങ്ങനെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. നമ്മൾ ഈ ഒരു ബിരിയാണി പ്രത്യേക സ്റ്റൈലിലാണ് വെച്ചിട്ടുള്ളത്. ഇത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫിൽ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അധികം താമസിയാതെ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി എല്ലോട് കൂടിയിട്ടുള്ളതാണ്. നെയ്യും കൂടിയുള്ള ബീഫാണ് ഇതിന് ഏറ്റവും നല്ലത്. 1 കിലോ ബീഫാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളമയൊക്കെ കളഞ്ഞ് തോർത്തി വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബീഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുരുമുളക്. അപ്പോൾ നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ പച്ച പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇതിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബിരിയാണി മസാല അല്ലാന്നുണ്ടെങ്കിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പെരിഞ്ജീരകം മാത്രമാണ് ഇടുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് തൈര് വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു 2-3 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ബീഫിൻ്റെ കഷ്ണങ്ങളിൽ വെള്ളം ഒന്നും കാണാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഉള്ളി, അതായത് സവാള അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞത് കൂടിയിട്ടിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് അമർത്തി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മസാല പുരട്ടിയത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അടച്ച് തന്നെ ഒന്ന് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ബീഫിന് 4 വിസിൽ വേണം. ചില സ്ഥലത്തെ ബീഫിന് 3 വിസിൽ മതിയാകും. അപ്പോൾ നാട്ടിലെ ബീഫൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വറുത്തിടാനുള്ള സവാള, അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ റെഡിയാക്കി വെക്കാം. സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. വലിയൊരു സവാള നീളത്തിൽ അരിഞ്ഞ് തരുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 മീഡിയം സൈസിലുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു 10 ചെറിയ ഉള്ളി, ഒരു കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, പിന്നെ ഒരു തക്കാളി, ഇത്രയും പൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്ത് കോരാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി 2 തവണകളായിട്ടോ ഒറ്റ തവണയായിട്ടോ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് ഒട്ടും തന്നെ കരിഞ്ഞു പോകാൻ പാടില്ല. ലൈറ്റ് ബ്രൗൺ നിറാകുന്ന ആ ഒരു സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. കരിഞ്ഞു പോകണമെങ്കിൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല, ബിരിയാണിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഉള്ളി വറുത്ത് കോരാം. അപ്പോൾ അതുപോലെ നമ്മളെല്ലാ ഉള്ളിയും വറുത്ത് കോരിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഇനി ചെറിയ ഉള്ളി ഇടുമ്പം ഈ ഒരു ബിരിയാണിക്ക് അടിപൊളി ടേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി വളരെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചതയ്ക്കോ പൊടിയായിട്ട് അരിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുപോലെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ചേർക്കുക. നമ്മൾ ഇനി ഇതിലേക്ക് അധികം മുളക് പൊടിയൊന്നും ഇടില്ല. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കുക. ഒരു 10 എണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ഇതൊക്കെ പൊടിയായിട്ട് അരിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുപോലെ നല്ലതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒരു ലൈറ്റ് ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വീണ്ടും ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മളിവിടെ മുളക് പൊടി 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഒരു ബിരിയാണി മസാല എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഗരം മസാല തന്നെയാണ്. അപ്പോൾ ഗരം മസാല ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രഷായിട്ട് മസാല വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ ഒരു മസാല നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു ബീഫ് വേവിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ ആ ഒരു മസാല നല്ല പേസ്റ്റാക്കി തന്നെ കിട്ടും. പച്ചവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതിലേക്ക്. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏത് ബിരിയാണി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിൽ നിന്നും കുറച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്കസ് എന്നൊക്കെ പറയുന്ന അതും അരച്ച് ഇടാവുന്നതാണ്. ഇതിലേക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുതിനയില മല്ലിയില ഇട്ട് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള പുതിനയിലയും മല്ലിയിലയുമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. മല്ലിയില കുറച്ച് കൂടുതലും പുതിനയില കുറച്ച് കുറവുമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ബിരിയാണിക്ക് ചേർക്കേണ്ടത്. വീണ്ടും അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. റൈസ് എന്ന് പറയുമ്പോൾ നല്ല ഇനം ബസ്മതി റൈസ് 3 കപ്പ് കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെക്കാം. 3 ലിറ്ററോളം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. മസാല നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരുപാട് മസാല വേണമെങ്കിൽ ഒരുപാട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ഏലക്ക, ഒരു തക്കോലം, ഒരു ഗ്രാമ്പൂ, അതുപോലെ ബേ ലീഫ്, തക്കോലം ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യും. ഉപ്പ് ചേർക്കുമ്പം കുറച്ച് കൂടി നിൽക്കണം. അതിനുശേഷം അരി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഇതൊരു 3/4 പരുവം വരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 3/4 പരുവമൊക്കെ ആകുമ്പോൾ ഇത് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ലെയർ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് ബീഫ് മസാല ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ റൈസിൽ നിന്ന് ഈ ഒരു ഗരം മസാലയുടെ ഇതൊക്കെ നമുക്ക് എടുത്ത് കളയാം, അല്ലെങ്കിൽ കടിക്കുമ്പോൾ കിട്ടും. ഇനി നമ്മളിവിടെ കളറിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിൽ കുറച്ച് ഒരു നുള്ള് കളറോ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയോ കലക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് കളറിന് വേണ്ടിയിട്ട് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ പാലിലിട്ടിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലോ പാലോ എടുക്കാം. അപ്പോൾ ബിരിയാണി ലെയർ ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കായിട്ട് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, മല്ലിയില, പുതിനയില, പിന്നെ ഒരു നുള്ള് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഗരം മസാലയും കൂടെ ഇതിലേക്കൊന്ന് തൂക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പൈനാപ്പിളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. പക്ഷേ പൈനാപ്പിൾ ഇടുമ്പോൾ പെട്ടെന്ന് ബിരിയാണി ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഒരുപാടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പൈനാപ്പിൾ ഇടുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ പൈനാപ്പിളൊന്നും ഇടുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു അലുമിനിയം ഫോയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൈദ മാവ് കുഴച്ചിട്ട് സൈഡിൽ സീൽ ചെയ്യാം. നന്നായിട്ട് ടൈറ്റാക്കി അടച്ചതിന് ശേഷം നമുക്കിത് ദം ചെയ്തെടുക്കാം. ദം ചെയ്യാനായിട്ട് ഒരു ദോശത്തവയുടെ മുകളിൽ ഇതൊരു 25 മിനിറ്റ് വെച്ചിട്ട് ചെറിയ തീയിലിട്ട് ദം ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഓവനിൽ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ് ദം ചെയ്ത് നമ്മുടെ ബിരിയാണി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ റൈസൊക്കെ ഒന്നുകൂടെ നന്നായിട്ട് കുക്കായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് മസാലക്കുത്തൊന്നുമില്ല. നല്ല ഫ്ലേവറിലുള്ള നല്ല സ്പൈസും എല്ലാം കറക്റ്റായിട്ടുള്ള അളവിലുള്ള ഒരു ബിരിയാണിയാണ്. നിങ്ങൾക്ക് കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന മസാലക്കുത്തൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഫിഷ് ബിരിയാണി ഉറപ്പായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്